അസ്സലാമു നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മളെ കോഴിക്കോടാണ് കേട്ടോ. നമ്മളെ കോഴിക്കോട് നിങ്ങൾ കണ്ടോ മക്കളെ, നമ്മളെ ബാലുശ്ശേരി ഭാഗത്തേക്കുള്ള ബസ് നിർത്തിയിടുന്ന ഭാഗമാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു മൊഞ്ചുള്ള കോഴിക്കോട് സ്റ്റാൻഡായിരുന്നത്. ഇന്ന് നിങ്ങൾ കണ്ടോ, ആകപ്പാട പുകയും പിന്നെ കരിയും പിടിച്ച് ഇരുണ്ട കളറായി പോയിട്ടോ ഒന്നായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കടക്കാൻ പറ്റൂല. ഇത് നാളെ തീപിടിച്ച കട കണ്ടില്ലേ, തീപിടിച്ചാൽ ഒന്നായിട്ട് ഇങ്ങനെ ആയിപ്പോയാട്ടോ നമ്മളെ കോഴിക്കോട് സ്റ്റാൻഡിൽ. അപ്പോൾ ഈ തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ പറയുക, ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് കെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഓരോ സംഭവങ്ങൾ അതൊന്നും എന്താ പറയുക ഇവിടെ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും നാശനഷ്ടങ്ങൾ വരൂലായിരുന്നു കേട്ടോ. എന്തൊരു സങ്കടമുള്ള കാര്യം നോക്ക്. ഇതിലൂടെ എത്ര പീഡികകളുണ്ടായിരുന്നറിയോ. ഇപ്പോൾ അതേക്കോ പീഡികകളൊക്കെ അവസ്ഥ നോക്ക്. ഓരോരുത്തരെ കുടുംബം പോറ്റുന്ന ഓരോ എന്താ വരുമാന മാർഗം ഒക്കെ ഇല്ലാണ്ടായി കേട്ടോ. ഒരുപാട് ലക്ഷങ്ങൾ തന്നെ നാശനഷ്ടം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് 10-50,000 ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താ പറയുക, ഈ തീപിടുത്തമൊക്കെ ഉണ്ടായാൽ അതിനൊക്കെ വേണ്ടിയ എല്ലാ ഇത് എന്താ പറയുക, അതിന് വേണ്ടിയ സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് കലക്ടറും വേണമെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷം. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ വല്ലാത്ത സങ്കടം തോന്നും കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ ഒരുപാട് ബേക്കറികൾ, പിന്നെ അതുപോലെ ഒരുപാട് മെഡിക്കൽ ഷോപ്പുകൾ, പിന്നെ അതുപോലെ ചായക്കടകൾ. ഞാൻ കഴിഞ്ഞ ആഴ്ചയും വന്ന് ചായ ഇവിടുന്ന് കുടിച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ അടുത്തൊരു വ്ളോഗിന് വേണ്ടി പോയില്ല ഇതിനോ, റിസോർട്ടിൽ പോയില്ല ഇതിനോ. അന്ന് നമ്മൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോയ കടയൊക്കെ ഇന്ന് വന്ന് നോക്കുമ്പോൾ മക്കളെ എന്താണ് അവസ്ഥ, കണ്ടിട്ട് സഹിക്കാനാകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഓണർമാരെ അവസ്ഥ എന്തായിരിക്കും, ചിലർ ബോധം കെട്ട് പോയിട്ടുണ്ടാവും. വേറെ കാര്യം, ഇങ്ങനെ തീപിടുത്തുണ്ടായാൽ അത് അണയ്ക്കാനുള്ള പല സംവിധാനങ്ങളും വലിയ വലിയ ബിൽഡിങ്ങുകളും വലിയ വലിയ മാളുകളിലും ഒക്കെ ഉണ്ടാവലുണ്ട്. അതൊന്നും ഇവിടെ ഇല്ലാത്തതാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കലക്ടറാണ് നോക്കിയാക്കി അതൊക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടത്. അപ്പോൾ കലക്ടർ ഇതൊന്നും കണ്ടിട്ടും അറിഞ്ഞിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു നാശനഷ്ടം നമ്മളെ കോഴിക്കോടിന് വന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്താ പറയുക, കട ഉടമകൾക്കൊക്കെ അതിൻ്റേതായ നാശനഷ്ടം സംഭവിച്ചതിനുള്ള എന്താ നഷ്ടപരിഹാരങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് പറയാം. കാരണം ഓരോരുത്തരെയും വേദന ഓരോരുത്തർക്കല്ല അറിയും. അപ്പോൾ അതൊക്കെ എന്താ പറയുക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.